എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഇച്ചിരി ധൃതി പിടിച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ മോർണിംഗ് ഷോട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാവ് കലക്കി വെച്ചിട്ട് എൻ്റെ കഷ്ടകാലത്തിനാണോ എന്ന് അറിയാൻ പാടില്ല, ഈ മാവ് പൊങ്ങിയില്ല കേട്ടോ. 10 മണിയായപ്പോഴേക്കും ഞാൻ ദാ പൊങ്ങി വരുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ടിന്നിലാക്കി ഞാൻ എടുത്തു വെച്ചു. ജോക്കൂട്ടിനെ ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പം ഞാൻ ദാ കുറച്ച് മത്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് അച്ചാറിടാമെന്നാണ് ഓർത്തത് കേട്ടോ. പിന്നെ ഞാൻ ആ തീരുമാനം അങ്ങോട്ട് മാറ്റി. അച്ചാറൊക്കെ ഇനി ഒരു ഇച്ചിരി കുറയ്ക്കാമെന്ന് കരുതി. കാരണം നമുക്കിനി ഡേറ്റ് ഒക്കെ അടുത്ത് വരാമല്ലോ. അതിൽ കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് നമുക്കൊരു കറി വെക്കാമെന്ന് കരുതി. അപ്പോഴേക്കും എന്താ എൻ്റെ കസിൻ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അവനപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവൻ പുറത്തായിരുന്നു. അപ്പോൾ അവൻ്റെ കല്യാണമൊക്കെയാണ് കേട്ടോ. കല്യാണമൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കാം. അതൊക്കെ ഞാൻ വ്ളോഗായിട്ടൊക്കെ ഇടാം കേട്ടോ. അടിച്ച് പൊളിക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ, എനിക്ക് കണ്ടീഷൻ വെച്ചിട്ട്. പക്ഷേ എന്നാലും ഞാൻ അടിച്ച് പൊളിക്കും. അപ്പോൾ ഇതാ അങ്ങനെ ആദ്യമായിട്ട് അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ മീഷോയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്രോഡക്റ്റ്സ്, നമ്മുടെ മസാല ടിന്നും അതേപോലെ തന്നെ സ്പൈസസ് ബോക്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ നോക്കി നിൽക്കുകയാണ്. ജോക്കൂട്ടിനെ ഇന്ന് വിട്ടില്ല കേട്ടോ, അവന് നല്ല ചുമയുണ്ട്. ആദ്യം പറഞ്ഞു കൊടുത്ത കോഡ് തെറ്റിപ്പോയിട്ടോ. പിന്നെ ജോക്കൂട്ടൻ എന്താ ഞാൻ എന്താ നോക്കിയിട്ട് വേറെ കറക്റ്റായിട്ടുള്ള അതൊക്കെ കോഡല്ലല്ലോടോ OTP അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതാ അങ്ങനെ സെറ്റായി. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ വൈകുന്നേരമാണ് അതൊക്കെ തുറന്ന് നോക്കിയത്. അതിൻ്റെ കാര്യമേ ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തുറന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ ബീഫൊക്കെ വേവിക്കുന്നതിൻ്റെ മുപ്പാട് തന്നെ നമ്മൾ പരിപ്പും കുമ്പളങ്ങയും കൂടി ഒരു ചാറ് കറി വെക്കാമെന്ന് വെച്ചു. പക്ഷെ അവനിതെല്ലാം ഒന്നും കഴിച്ചില്ല കേട്ടോ, കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവനെ ഞാൻ വേറൊരു വ്ളോഗിൽ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതങ്ങനെ മത്തി ഞാൻ പീര വെക്കാമെന്ന് കരുതി. മത്തി കുഞ്ഞു മത്തിയാണല്ലോ, ഇത് വറുത്താലും കാണില്ല, നമുക്ക് കിള്ളി കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ, ക്വാണ്ടിറ്റിയും കുറവാണ്. അപ്പോൾ ഞാൻ എന്താ വേഗം കുഞ്ഞു മത്തി എടുത്തിട്ട് മത്തിപ്പീര വെക്കാമെന്ന് കരുതി. അതിന് മുമ്പ് ഈ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നാലും അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടി ഒന്നും കൂടി പറയാം കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടുക. പച്ചമുളക് ഇട്ട് വേവിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ അരയ്ക്കുന്ന അരപ്പിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി പച്ചമുളക് ഇട്ടാലും മതി. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിട്ടങ്ങ് വേവിച്ച് ഒരു കഷ്ണം പുളിയും പോലും വെള്ളം ഒഴിച്ചിട്ടോ. കാരണം മൺചട്ടി ആയതുകൊണ്ട് ഇനി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അടിക്ക് പിടിച്ചാലോ എന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കുഞ്ഞു മത്തിയാണെങ്കിലും മുള്ളിങ്ങനെ ഭയങ്കര കുറച്ച് മുതുക്ക മത്തിയുടെ മുള്ളു പോലെ കുറച്ച് കട്ടിയുള്ള മുള്ളായിരുന്നു. കൊഴുവയാണ് ഇതിലും നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും. കാരണം ആ മുള്ളിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം. പിന്നെ കറിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ കണ്ണിൽ കണ്ട കറികളൊക്കെ മുള്ളുകളൊക്കെ ഞാൻ എടുത്ത് മാറ്റി കേട്ടോ. നമുക്കിങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമ്മളിങ്ങനെ സ്പൂണ് കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് കളയാം നമുക്ക്. അപ്പോൾ അങ്ങനെ ദാ മത്തി വെന്ത് വരുന്നുണ്ട്. പയറല്ലല്ലോടാ പരിപ്പ് അവിടെ ദാ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് പരിപ്പും അതേപോലെ കുമ്പളങ്ങയും കൂട്ടിയിട്ടൊരു ചാറ് കറി പോലെയാണ് കേട്ടോ വെക്കണേ. ചാറ് വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, ഒരു അരമണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ഈ കറി കട്ട പോലെ ആവും പരിപ്പിട്ടേക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അപ്പൂപ്പൻ കുക്കർ എടുത്തിട്ട് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബീഫ് നമുക്ക് വേഗത്തിൽ എളുപ്പത്തിലൊരു കറിയാക്കാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഈ വ്ളോഗിൽ എല്ലാ കറികളും തട്ടിക്കൂട്ടാണ് കേട്ടോ. വെറും 3/4 മണിക്കൂറൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ഈ കറികളെല്ലാം കൂട്ടി അങ്ങ് ഒപ്പിച്ചത്. അങ്ങനത്തെ നമ്മുടെ മത്തി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിലേക്ക് ഞാൻ എന്താ അരപ്പിടാണ്. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കുറച്ച് കുരുമുളകും കൂടി കൂട്ടി അരച്ചിട്ടുള്ളതാണ്. ഇത്രയ്ക്ക് അങ്ങ് അരയണ്ട കേട്ടോ, ഒരു അങ്ങോട്ട് ആക്കിയാൽ മതി. മിക്സിയുടെ ജാറിലിട്ട് പയ്യെ ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഞാൻ ഇത്തിരി അങ്ങ് അരച്ചങ്ങ് പോയി, കുറച്ചങ്ങ് കൂടിപ്പോയി എൻ്റെ അങ്ങനെ ഇതാ. അപ്പോൾ ഇച്ചിരി കളർ കുറവ് പോലെ എനിക്ക് തോന്നിയപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഏറ്റവും അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കി വെച്ചു. കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മുള്ള് കുറച്ച് കട്ടിയുള്ള മുള്ള് പോലെ എനിക്ക് തോന്നി. നമ്മുടെ കുഞ്ഞമത്തി ആയിരുന്നിട്ടും മുള്ളിന് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കൊഴുവയൊക്കെ ആണെങ്കിൽ കലക്കിയേനെ, സൂപ്പറായിരുന്നു. നല്ല പൊടിക്കൊഴുവയൊക്കെ കിട്ടില്ല, നമുക്ക് വെട്ടാൻ ഭയങ്കര പാടുള്ള കൊഴുവയൊക്കെ കിട്ടൂലേ. അപ്പോൾ തലയും വാലും ഒക്കെ വേഗം കളഞ്ഞിട്ട് നന്നായിട്ട് കല്ലുപ്പിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അത് അപ്പുറത്ത് ബീഫ് റെഡി ആവുന്നുണ്ട്. ഈ വെന്ത പരിപ്പിലേക്ക് ഞാൻ എന്താ കുമ്പളങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, ഈ അരപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം തേങ്ങ ചിരണ്ടി വെക്കുകയാണെങ്കിൽ അരച്ചിട്ടുള്ള കറികളൊക്കെ വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതായത് നമ്മളതിലേക്ക് കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാനിതങ്ങ് വേവിച്ചെടുത്തത്. പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ എരിവിൻ്റെ ഭാഗത്തിന്. അപ്പോൾ ഞാൻ അരപ്പിൽ അങ്ങനെ പച്ചമുളക് ഇട്ടിട്ട് ഞാൻ അരച്ചിട്ടില്ല. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും ഇനി എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു പൊട്ട വിശ്വാസം വരുമല്ലോ, പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ തോന്നൂലേ. എനിക്ക് എപ്പോഴും തോന്നും കേട്ടോ. എനിക്ക് വെറുതെ എനിക്ക് ഇല്ലാത്ത ഗ്യാസിൻ്റെ മണം തോന്നും, ഇല്ലാത്ത കുക്കറിൻ്റെ വെച്ച, അല്ലെങ്കിൽ ഞാൻ അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അവനേട്ടാന്ന് പറഞ്ഞു. അരമണിക്കൂർ മുമ്പ് അടുക്കളയും പൂട്ടി പോകുന്നതായിരിക്കും. പറഞ്ഞപ്പോൾ നിനക്ക് പ്രാന്താണ്, അടുക്കളയിൽ ഉണ്ടേണ്, നീ അടുക്കളയും പൂട്ടി ജനലും പൂട്ടി പോന്നിട്ട് ഇനി എന്തുവാ അടുക്കള വെച്ചേക്കുന്നതെന്ന് ഓർക്കും, ചോദിക്കും എൻ്റെ അടുത്ത്. എനിക്ക് അങ്ങനെ ഒരു പൊട്ട ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ബീഫ് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ കുറച്ച് കായ ഇട്ട് വെക്കാമെന്ന് കരുതി മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചു കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ പണ്ട് വൈകിട്ട് ഇപ്പോഴല്ലേ കാറ്ററിംഗ് ഒക്കെ വന്നത്, വൈകിട്ട് സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻ വീടുകളിൽ തലേദിവസം അത്താഴം ബീഫും കായയും അല്ലെങ്കിൽ നമ്മുടെ കുടലും കായൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വലിയൊരു ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് അമ്മച്ചിമാരിങ്ങനെ തന്നിട്ട് പച്ചക്കായ ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. നമ്മളതിങ്ങനെ ചീകി അരിഞ്ഞിങ്ങനെ വെള്ളത്തിലിങ്ങനെ കടകടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് രസമായിരുന്നു കേട്ടോ അന്നൊക്കെ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയും സെറ്റായി വന്നിട്ടുണ്ട്. തുറക്കാൻ ഒരു ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വിസിൽ ഊതിയിട്ടിട്ടത് നന്നായില്ലേ. അങ്ങനെതാ നമ്മുടെ കുമ്പളങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഈ സെയിം കറി മത്തങ്ങ ഇട്ട് വെക്കാം കേട്ടോ, രണ്ടും ടേസ്റ്റാണ്. പിന്നെ ഇത് അതിലേക്ക് അരപ്പിട്ടിട്ടുണ്ട്. അരപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചതാണ്. കുറച്ച് വേപ്പിലയും കൂടിയിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കാച്ചി അങ്ങോട്ട് ഒഴിക്കുക. ഇച്ചിരി എനിക്ക് ഇച്ചിരി കളറൊക്കെ മുന്നിട്ട് നിൽക്കണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കാച്ചുന്ന സമയത്ത്, അത് കടുക് നമ്മൾ താളിക്കുമല്ലോ, ആ താളിക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇടും കേട്ടോ. അപ്പോൾ എൻ്റെ പൊടികളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. ഞാൻ ഈ പൊടികളൊക്കെ തട്ടിക്കൂട്ടി എല്ലാം തീർന്നോട്ടെ എന്ന് പറഞ്ഞിടുന്നത് എന്താണെന്നോ, എനിക്കറിയാതെ വന്നിട്ടുള്ള ടിന്നുകളൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അതിലേക്ക് പുതിയത് പൊട്ടിച്ചിടാലോ കൂടുതലും. അതായത് ഒരു 70% മസാലയൊക്കെ നമ്മുടെ തീർന്നിരിക്കുകയാണ്. ഇനി അതെല്ലാം ഓരോന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. പൊട്ടിച്ചിടുന്നത് ഞാൻ പുതിയ ബോക്സിലേക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇച്ചിരി കളറ് കൂടാൻ വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് കടുക് താളിച്ചിട്ടത് കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ റെഡി ആവുന്നുണ്ട്. നമ്മുടെ ബീഫ് നല്ല അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ആ കായയും കൂടി ഇട്ടിട്ടാണ് അവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഈ നേരം ഇത്രയും കറികളായപ്പോഴേക്കും അവൻ വന്നു കേട്ടോ. കൊച്ചു വന്നു. കാരണം നമ്മൾ ചെറുതായിരിക്കുമ്പേ, നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് ജനിക്കുന്ന മക്കളൊക്കെ നമ്മുടെ സ്വന്തമാണ്. ഇതെൻ്റെ അമ്മയുടെ ആദ്യത്തെ 2 അനിയന്മാരുണ്ട് എൻ്റെ അമ്മയ്ക്ക്. അതിലൊരനിയൻ്റെ മൂത്ത അനിയൻ്റെ 2ാമത്തെ മകനാണവൻ. അപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് കണ്ടിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇവരാണ്. അപ്പോൾ ഇവർക്ക് എനിക്ക് അല്ലെങ്കിൽ സ്വന്തമാണ്, എന്നാൽ എനിക്ക് നമുക്ക് അത്രയും അറ്റാച്ച്മെൻ്റാണ് അവരുടെ അടുത്ത്. നമ്മുടെ ഒരു ബാല്യകാലം എന്ന് ഓർക്കുമ്പോൾ ഇവരില്ലാണ്ട് നമുക്കത് കംപ്ലീറ്റ് ആവില്ല. അത് നല്ല നല്ല ഓർമ്മകളും കളിച്ച് കിടന്നതും അതൊക്കെ അങ്ങനെയാണ്. കുട്ടിക്കാലം ഇപ്പം അവർക്ക് ഇവനൊക്കെ കല്യാണമായല്ലോ, വലിയ മക്കളായല്ലോ എന്നൊക്കെ കുഞ്ഞിനെ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ച് നടന്നതും തല്ലി പിടിച്ചതൊക്കെ ഇങ്ങനെ നമുക്കിതൊക്കെ ഭയങ്കര നൊസ്റ്റുമാണ് കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ റിലേഷൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആണ്. നമുക്ക് എന്താ പറയുക, അതൊന്നും ഓർമ്മയിൽ നിന്നും മായ്ക്കാൻ പറ്റത്തില്ല. ബന്ധങ്ങളും സ്വന്തങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ നന്നായിട്ട് വരട്ടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ ബീഫ് അങ്ങനെ വേഗം ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കരുതി എന്നാൽ വേഗം ഒരു തോരനും കൂടി ആക്കിയെടുക്കാമെന്ന് കരുതി. ക്യാരറ്റും ക്യാബേജും കൂടി. കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഇതേപോലെ എനിക്ക് അരിഞ്ഞു തരുമോ മനുവേട്ടാന്ന് വെച്ചാൽ മനുവേട്ടൻ എനിക്ക് നീളത്തിൽ അരിഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു തോരൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ പച്ചക്കറികളൊക്കെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ തന്നപ്പോഴത്തേനും നമ്മൾ പൊടിയായിട്ട് വെക്കുമ്പോഴത്തേനും അല്ലേ, ആവി കയറുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പതിഞ്ഞു പോവും, ഒതുങ്ങിയ പോലെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കട്ട പിടിച്ച പോലെ ഇപ്പോൾ. അപ്പോൾ പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ചൈനീസ് നൂഡിൽസിലൊക്കെ ഇടില്ലേ, നീളത്തിലരിഞ്ഞ് അങ്ങനെ ഇടുന്ന പോലെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പറഞ്ഞ് ഇറച്ചിക്കറി ഞാനിവിടെ വെച്ചു കേട്ടോ. റെസിപ്പി പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, ഞാനിത് പല വട്ടം കാണിച്ചിട്ടുണ്ട്. ഈ സവാള അതിൻ്റെ കൂട്ടുകാരൊക്കെ മുരിഞ്ഞ് വരുമ്പോഴത്തേനും പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കായയും ബീഫും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി മസാല മേളിൽ തൂക, ഉപ്പിടുക, മല്ലിയിലിടുക. സത്യം പറഞ്ഞാൽ ഇതിൽ മല്ലിയിലിടുക ഞാൻ മറന്നുപോയി തോന്നുന്നു. ഞാൻ ഇട്ടോ മല്ലിയില, ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ഞാനൊരു തോരനും ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് അവനോട് വർത്താനം പറയണം, വിശേഷം പറയണം. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിനിടയ്ക്ക് മനുവേട്ടനും
വന്നിട്ടാ അവൻ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളിയും വന്നു. അപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് ചേട്ടനും പോയത്. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. നമുക്ക് അങ്ങനെയാണല്ലോ. നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരെന്നല്ല ആര് വരുമ്പോഴും ഏട്ടനുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ എനിക്കൊരു ടെൻഷനും പരിവേഷമാണ്. അയ്യോ ചേട്ടനില്ലല്ലോ, അയ്യോ അങ്ങനെ ഞാൻ വിചാരിക്കും. ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയാനേ എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എന്താ ക്യാബേജും പുള്ളി ക്യാബേജും ക്യാരറ്റും കൂടിയുള്ള തോരൻ വേഗം നമുക്ക് വെപ്രാളം കൂടുമ്പോൾ നമ്മൾ ഇതുപോലത്തെ പൊട്ടപ്പണികളൊക്കെ കാണിക്കും. ഞാൻ വെപ്രാളം അല്ലെങ്കിൽ പൊട്ടപ്പണി കാണിക്കും, അത് വേറെ കാര്യം. എന്നിട്ട് ഇതാ വേഗം കുറച്ച് ക്യാരറ്റ് തേങ്ങയും കൂടി അതിലേക്ക് ചിരവി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ തോരനായി, മത്തിപ്പീരയായി, അതേപോലെ തന്നെ നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള ആ ഒരു ഒഴിച്ച് കറി. ഞാൻ പറഞ്ഞില്ലേ ഒഴിച്ച് കറി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, തണുത്ത് കഴിയുമ്പോഴത്തേ അത് കട്ടിയാവും. പരിപ്പിട്ടേക്കുന്നുണ്ട് കൂടുതലും. പിന്നെ അതാ ബീഫും കായയും കൂടി ഞാൻ എന്താ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ആയിട്ടുണ്ട്. ബീഫും കായും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വെച്ചോണ്ടാന്ന് തോന്നുന്നു കേട്ടോ, ഭയങ്കര രുചിയായിരുന്നു. എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ തോരനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മത്തിപ്പീര ഞാൻ പറഞ്ഞില്ല, മുള്ളിൻ്റെ അതിപ്രസരം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേറെ അതർവൈസ് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വീഡിയോ എടുത്തപ്പോൾ അവനെ വേണ്ട ചേച്ചി വീഡിയോ എടുക്കല്ലേ, അവനിപ്പോൾ ഇത് കാണണമെങ്കിൽ എന്നെ കൊല്ലും, താൻ എന്തിനാണോ വീഡിയോ ഇട്ടതെന്ന് ചോദിക്കും. അല്ല കേട്ടെ. അപ്പോൾ അങ്ങനെതാ ഇവനെ എൻ്റെ മോനെ നമ്മൾ ക്രിസ്ത്യൻസിന് ഇങ്ങനെ തല തൊടുന്നൊരു പരിപാടി ഉണ്ടല്ലോ, പരിഞ്ഞപ്പൻ എന്ന് പറയും. അപ്പോൾ ജോക്കൂട്ടൻ്റെ പരിഞ്ഞപ്പനാണ് അവൻ ശരിക്കും. ഇവൻ്റെ പീലാസാണ് ജോക്കുട്ടൻ. ഞങ്ങൾ ക്രിസ്ത്യൻസ് അങ്ങനെയാണ് പറയാം. ശരിക്കും അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഒരു സ്ഥാനം. അപ്പോൾ ഇവൻ്റെ ജാക്കറ്റൊക്കെ ഇട്ട് ജോക്കുട്ടൻ്റെ സന്തോഷമൊന്നും ഇല്ലാട്ട് ഇവൻ വന്നിട്ട് ഭയങ്കര ഇതാണ്. അപ്പം അന്നമ്മോള് വരുന്ന നേരമായപ്പോഴത്തേനും അന്നമ്മോളെ പോയി വിളിച്ചിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ അങ്ങനെ ഇഴഞ്ഞ് പോകണുണ്ട്. അപ്പം ഞാൻ എന്തിൻ്റെ കുഞ്ഞാണാവോ ആ പോകുന്നേ അല്ലേ. പിള്ളേർക്ക് അവന് ഭയങ്കര അവൻ്റെ ഒരു സന്തോഷം കണ്ടോ. അവൻ്റെ ചുമയും തൊണ്ടയുറച്ചുള്ള ഛർദിലൊക്കെ ഏത് വഴി പോയെന്നാവും അവനെ കണ്ടപ്പോഴത്തേനും. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവൻ എന്താ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല.